പാർട്ടിക്ക് ദൗർബല്യമുണ്ടെന്ന് തുറന്നു സമ്മതിച്ച CPM സംഘടനാ റിപ്പോർട്ട്. പാർട്ടിയിൽ തിരുത്തൽ വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. മന്ത്രി സജി ചെറിയാനും EP ജയരാജനും വിമർശനം. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് പ്രവർത്തന വീഴ്ച കൊണ്ട് തന്നെയെന്ന് പ്രവർത്തന റിപ്പോർട്ട്. റിപ്പോർട്ടിലുടനീളം മുഖ്യമന്ത്രിക്ക് പുകഴ്ത്തൽ. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും മനോജ് ചേരുന്നു. മനോജ്, CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് സംഘടനാ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചില ദൗർബല്യങ്ങൾ പാർട്ടിക്കുണ്ട് എന്ന് CPM തുറന്ന് സമ്മതിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള ദൗർബല്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ CPM നേരിടുന്നത്? അതോടൊപ്പം പാർട്ടിയിൽ തിരുത്തൽ വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ? രോഹിണി, ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇതിൽ തന്നെയാണ് ഈ ദൗർബല്യത്തെക്കുറിച്ച് പറയുന്നത്. അതായത് പാർട്ടി ദൗർബല്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആ ദൗർബല്യം പരിഹരിച്ചില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പ്രയാസമാകും. അതുകൊണ്ട് തന്നെ തെറ്റിതിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത്. അതേസമയം തന്നെ മന്ത്രി സജി ചെറിയാന് വിമർശനമുണ്ട്. അതായത് സൂക്ഷിച്ച് സംസാരിക്കണമെന്നുള്ള വിമർശനം. പല സംഭവങ്ങളും നമുക്കറിയാം. അതായത് ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗമൊക്കെ തന്നെ അതിലൊക്കെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരാമർശം CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ തന്നെയുള്ളത്. ഇനി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നുള്ള രീതിയിലാണ് വിമർശനം. അതേസമയം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് തന്നെയെന്നാണ് പാർട്ടി പറയുന്നത്, ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ജാഗ്രത കുറവുണ്ട്, അതോടൊപ്പം തന്നെ സജീവമല്ല എന്നുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയതിലും ഈ കാര്യം പറയുന്നുണ്ട്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ദൗർബല്യം പറയുമ്പോൾ ഈ സംഘടന തെറ്റിതിരുത്തി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ വോട്ട് ചോർച്ചയുടെ കാര്യം, അത് രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ്. ഈ BJPയിലേക്ക് CPMൽ നിന്നും വോട്ട് പോകുന്നു, അല്ലെങ്കിൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും BJPയിലേക്ക് വോട്ട് പോകുന്നു എന്നുള്ള ഒരു ആശങ്ക, ആ ആശങ്ക അത് ഗൗരവമായി തന്നെ കാണണമെന്നും ഇനിയുള്ള പ്രവർത്തനങ്ങൾ അത് കേന്ദ്രീകരിച്ചായിരിക്കണമെന്നും ഒക്കെ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ പാർട്ടി അംഗങ്ങളും നേതാക്കളും ഒക്കെ സഹകരണ മേഖലയിൽ നിന്നും ഈ ലോൺ എടുക്കുന്ന സമയത്ത് ലോൺ എടുത്തു കഴിഞ്ഞ് ആ പണം തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അവർക്ക് സർക്കുലർ നൽകിയിട്ടും ഈ പണം തിരിച്ചടയ്ക്കുന്നില്ല. അതോടൊപ്പം തന്നെ പലതരത്തിൽ ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ സഹകരണ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടി അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ. അതായത് ഇനി മുതൽ വലിയ തുക ലോൺ എടുക്കുന്നവർ ഈ ഉപരി കമ്മിറ്റിയുടെ അനുമതി തേടണമെന്നുള്ള കാര്യമാണ്. അതായത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ കമ്മിറ്റിയിലോ അങ്ങനെ അത്തരത്തിലുള്ള അനുമതിയൊക്കെ വാങ്ങിയാൽ മാത്രമേ ഈ ലോണുകൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കേഡർമാർക്ക് പാർട്ടി വിദ്യാഭ്യാസം കുറവാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും, അതായത് പാർട്ടി നയം അനുസരിച്ച് കേഡർമാർ ഈ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് MV ഗോവിന്ദൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടിയെ ഇത്തരത്തിൽ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് ഈ ദൗർബല്യങ്ങൾ പരിഹരിച്ചായിരിക്കണമെന്നുള്ള കാര്യമാണ്. അതായത് ദൗർബല്യമുണ്ട് എന്നുള്ള കാര്യം പാർട്ടി സമ്മതിക്കുകയാണ്. ഈ റിപ്പോർട്ടിലൂടെ തന്നെ അത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ഈ തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. ആ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കണമെന്നുള്ളതൊക്കെ തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു BJPയിലേക്കുള്ള വോട്ട് ചോർച്ച, BJPയുടെ വളർച്ച എല്ലാം CPMനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യം, അതായത് സ്വയം വിമർശനം കൂടെ ഉയർന്നു വന്നിരിക്കുന്നത്, പാർട്ടി നേതാക്കൾക്ക് വിമർശനം വന്നിരിക്കുന്നത്. അതായത് സജി ചെറിയാനെ തന്നെ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. പിന്നാലെയാണ് ഈ റിപ്പോർട്ടിലടക്കം ഈ പരാമർശമുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അതിൽ BJPയിലേക്കുള്ള വോട്ട് ചോർച്ചയിൽ വലിയ അന്താളിപ്പ് തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ EN നന്ദകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വിഭാഗത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നയമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്. മുഖ്യമന്ത്രിക്ക് പുകഴ്ത്തൽ, മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് ഒരു വിമർശനവും ഉണ്ടാകാത്ത തരത്തിലേക്ക് ഈ പ്രവർത്തന റിപ്പോർട്ട് കൊണ്ടുപോവുക, ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രവർത്തന റിപ്പോർട്ട്, അല്ലാതെ ഒരു സംഘടനയുടെ കൃത്യമായ ഒരു വിശകലനം ഒന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ കാണാം?
തീർച്ചയായും മുഖ്യമന്ത്രിക്ക് പ്രശംസ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിലൊക്കെ കാണുന്നത്. അതായത് പാർട്ടി പ്രവർത്തനം, അതായത് ഔദ്യോഗിക കർത്തവ്യത്തിനിടയിലും പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, പാർട്ടി പ്രവർത്തനത്തിന് സഹായകരമാകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പിണറായി വിജയനെ പ്രശംസിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ കാണുമ്പോൾ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകും. കാരണം പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അത്തരത്തിലൊരു രീതിയിലേക്ക് മാറ്റി മറ്റ് വിഭാഗങ്ങളെ പല രീതിയിലും വിമർശിക്കുവാനുള്ള ഒരു വിമർശിക്കുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പലരെയും സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം റിപ്പോർട്ടിൽ പലരുടെയും പേരുകൾ, പല നേതാക്കളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വിമർശനത്തിനൊന്നും അവരൊക്കെ അതിന് അതീതമായി മാറി നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കും. എന്തായാലും സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ ഇ പി ജയരാജനെയും സജി ചെറിയാനെയും ഒക്കെ വലിയ തരത്തിൽ, അതായത് ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ എന്നുള്ള കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. അതോടൊപ്പം സജി ചെറിയാനുള്ള വിമർശനം, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അതോടൊപ്പം ഈ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ബി ജെ പിയുടെ വളർച്ചയാണ് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നതെന്ന് അത് പല മേഖലയിലും, അതായത് പല ഉദാഹരണങ്ങളും മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് ഇത്രയധികം വോട്ടുകൾ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ ചോരുന്നുണ്ട് എന്നതൊക്കെ വിലയിരുത്തുമ്പോൾ സി പി എമ്മിന് ഇനി മുന്നോട്ടുള്ള ഒരു പ്രവർത്തനം ഏത് രീതിയിലായിരിക്കണമെന്നതിനെപ്പറ്റി വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. കാരണം ഇനിയും ഒരു പിണറായി സർക്കാർ എന്നുള്ള ആഗ്രഹമാണ് സി പി എം നേതാക്കളടക്കം എല്ലാവരോടും പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിലേക്ക് എങ്ങനെ എത്തണം, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നുള്ള ആ ഒരു രീതി തന്നെയാണ് ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചും അതോടൊപ്പം തന്നെ സജി ചെറിയാനെയൊക്കെ വിമർശിച്ചുമുള്ള ആ ഒരു നയം, അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 75 വയസ്സ് പ്രായപരിധി തീരുമാനിച്ചുകൊണ്ട് ആ ഒരു തലമുറ മാറ്റം, അല്ലെങ്കിൽ ഈ വാർദ്ധക്യം ആയിട്ടുള്ള അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള നേതാക്കളെയൊക്കെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കടന്നുവെന്നാണ്. അതായത് ഇന്ന് നമ്മളോട് സംസാരിച്ചിരുന്നു പി കെ ശ്രീമതി ഈ ഒരു പ്രായപരിധിയുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് 75 വയസ്സ് പ്രായപരിധി കൊണ്ടുവരുന്നത്. അതിനുശേഷം പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ തീരുമാനമെടുത്താണ് ഇത്തരത്തിലേക്ക് ഈ 75 വയസ്സ് പൂർത്തിയായവരെ ഈ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണം, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും മാറ്റണമെന്നുള്ള തീരുമാനമൊക്കെ ആയതെന്ന് അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അതിൽ പ്രധാനമായും BS പക്ഷക്കാർ ഈ സംസ്ഥാന സമിതിയിൽ അടക്കമുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ തന്നെ ഈ ഒരു പ്രായപരിധി പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ അത് എളുപ്പമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും 3 പേര് പോകും. അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 4-ലധികം പേർ ഒഴിയേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഈ അതായത് ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള പല നേതാക്കളുണ്ട്, പല മന്ത്രിമാരുണ്ട്. ഇവരെയൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ അത്തരത്തിൽ MP ഗോവിന്ദൻ അവർക്ക് ഒരു രണ്ടാം നിര അവിടെ ഉണ്ടാകുകയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ചും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിഭാഗത്തിന് ആ ഒരു താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന നേതാക്കളെ ആയിരിക്കും കൂടുതലായും പരിഗണിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും അതോടൊപ്പം മറ്റൊരു കാര്യം, പി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. പി ജയരാജനെ ഇത്തവണയെങ്കിലും പാർട്ടി പരിഗണിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അത് അവിടെയുള്ള പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പരിഗണന ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമുക്കിനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പി ശശി ഈ പി ജയരാജന് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാൽ അത് വലിയ ചേരിപ്പോരിന് വഴിയൊരുക്കുമെന്നുള്ളത് മാറ്റമില്ല. എന്തായാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് CPM കടക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. അതേസമയം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പ്രശംസയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട്. ശരി മനോജ്.